മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണെന്ന് അറിയാമല്ലോ. ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കാം. ആഹാരം ആദ്യം എത്തുന്നത് വായിലാണല്ലോ. വായിൽ വെച്ച് എന്തു മാറ്റമാണ് ആഹാരത്തിന് സംഭവിക്കുന്നത്? ചുണ്ട്, പല്ല്, നാവ് എന്നിവ ഇക്കാര്യത്തിൽ എന്തു പങ്കാണ് നിർവഹിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. താടിയെല്ലുകളുടെ സഹായത്തോടെ ചുരുങ്ങാനും വികസിക്കാനും കഴിയുന്ന രീതിയിലാണ് വായ് പ്രവർത്തിക്കുന്നത്. ആഹാരത്തെ സ്വീകരിക്കാൻ വായുടെ ഈ പ്രത്യേകതകൾ കൊണ്ട് കഴിയുന്നു. വായിൽ വയ്ക്കപ്പെടുന്ന ഭക്ഷണം ഉമിനീരുമായി കൂടിച്ചേരുമ്പോൾ മുതൽക്കാണ് ദഹന പ്രക്രിയ ആരംഭിക്കുന്നത്. പല്ലുകളാൽ ചവച്ചരയ്ക്കപ്പെടുന്ന ഭക്ഷണത്തിൽ ഉമിനീർ കലരുമ്പോൾ അത് വിഴുങ്ങാൻ പാകത്തിലാകുന്നു. അപ്പോഴേക്കും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ മേൽ ഉമിനീർ ഘടകങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കും. അമിലേസ് എന്ന എൻസൈം അന്നജത്തെ പഞ്ചസാരയാക്കി ലഘൂകരിക്കുന്നു. ഉമിനീരിലെ ലൈപ്പേസ് എന്ന എൻസൈം മാംസീയ ദഹനത്തിന് തുടക്കം കുറിക്കുന്നു. ആഗ്നേയഗ്രന്ഥികൾ വികാസം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ നവജാത ശിശുക്കളിൽ ഉമിനീരിലെ ലെപ്പേസ് ആണ് കൂടുതലായി ആശ്രയിക്കപ്പെടുന്നത്. ഇനി നമുക്ക് പല്ലുകളുടെ ഘടന പരിശോധിക്കാം. ഓരോ പല്ലുകൾക്കും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്, ക്രൗണും റൂട്ടും. നമുക്ക് കാണാൻ സാധിക്കുന്ന പല്ലിന്റെ പുറം ഭാഗമാണ് ക്രൗൺ. മോണകൾക്ക് കീഴിൽ മറച്ചു വയ്ക്കപ്പെട്ടതാണ് റൂട്ട്. പല്ലുകളുടെ ആകെ നീളത്തിന്റെ 2/3 ഭാഗവും ഇവ രണ്ടുമാണ്. മുതിർന്ന ഒരാൾക്ക് 32 സ്ഥിരദന്തങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ പല്ലുകളും വിവിധങ്ങളായ 4 കലകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ദൃഢമാർന്നതും വെളുത്ത പുറംചട്ടയോട് കൂടിയതുമായ ഭാഗമാണ് ഇനാമൽ. ചവച്ചരയ്ക്കുമ്പോഴുണ്ടാകുന്ന തേയ്മാനത്തിൽ നിന്നും പല്ലുകളെ സംരക്ഷിക്കുന്നത് ഇനാമലാണ്. പല്ലിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പൾപ്പ്. മൃദുവായ ഈ കലകളിൽ രക്തവും രക്തധമനികളും നാഡികളും നിറഞ്ഞിരിക്കുന്നു. പല്ലുകൾക്കാവശ്യമുള്ള പോഷണം ലഭിക്കുന്നത് പൾപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നുമാണ്. കൂടാതെ തലച്ചോറിലേക്കുള്ള സന്ദേശങ്ങൾ കൈമാറപ്പെടുന്നതും ഇവിടെ നിന്നാണ്. മിക്ക വേരുകളെയും പൊതിയുന്നതാണ് സിമന്റം. താടിയെല്ലുകളുമായി പല്ലുകളെ ബന്ധിപ്പിച്ചു നിർത്തുവാൻ സഹായിക്കുന്നത് ഇവയാണ്. നമ്മുടെ പല്ലുകളിലെ ഇനാമലിനെ താങ്ങി നിർത്തുന്നത് ഡെന്റൈൻ ആണ്. ഇതിന് മഞ്ഞ നിറത്തിലുള്ള അസ്ഥി പോലുള്ള വസ്തുവും ഇനാമലിനേക്കാൾ കട്ടി കുറഞ്ഞതുമാണ്. ഇത് നമ്മുടെ ചില നാഡീനാരുകളെ വഹിക്കുന്നതിനാൽ പല്ലുകളിൽ കേട് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സൂചന തരുന്നു. പെരിയോഡന്റൽ ലിഗ്മെന്റ് സിമന്റത്തിനും താടിയെല്ലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയിൽ തമ്മിൽ യോജിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള മോണകൾ പല്ലുകളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ പോഷണം നടത്തുന്നു. ഇതിന്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്നു. മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഏകദേശം 6 മാസം പ്രായമാകുന്നതു മുതലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു. മുകളിലും താഴെയുമായി 10 വീതം പല്ലുകളാണ് ഉണ്ടാകുന്നത്. 6 വയസ്സു മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങുന്നു. പിന്നീട് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാവുന്നില്ല. ഏറ്റവും അവസാനം ഉണ്ടാകുന്നത് അറ്റത്തുള്ള അണപ്പല്ലുകളാണ്. ആകൃതിക്കും ധർമ്മത്തിനും അനുസരിച്ച് നമ്മുടെ പല്ലുകളെ ഉളിപ്പല്ല് അഥവാ ഇൻസിസർ, കോമ്പല്ല് അഥവാ കനൈൻ, അഗ്ര ചർവണകം അഥവാ പ്രീമോളാർ, ചർവണകം അഥവാ മോളാർ എന്നിങ്ങനെ തരംതിരിക്കാം. മുൻവശത്ത് താഴെയും മുകളിലുമായി കാണുന്ന 8 പല്ലുകളാണ് ഇൻസിസേഴ്സ് അഥവാ ഉളിപ്പല്ലുകൾ. ഇവ ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ലുകൾക്ക് സമീപം
ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണുന്ന 4 പല്ലുകളാണ് കോമ്പല്ലുകൾ അഥവാ കനൈൻ ടീത്ത്സ്. ഇവ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി കാണുന്ന 8 പല്ലുകളാണ് അഗ്രചർവണകം. ഇവ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി കാണുന്ന 12 പല്ലുകളെ ചർവണകം അഥവാ മോളാർ ടീത്ത് എന്ന് പറയുന്നു. ഇവയും ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്ന് പറയാറുണ്ട്. പ്രായപൂർത്തിയായവരിൽ ആകെ 32 പല്ലുകൾ കാണപ്പെടുന്നു. എല്ലാ ജീവികളുടെയും പല്ലുകൾ ഒരുപോലെയല്ല. അവയുടെ ആഹാരരീതിയുമായി ബന്ധപ്പെട്ട് പല്ലുകളുടെ ആകൃതിയിലും വ്യത്യാസമുണ്ട്. മാംസ ആഹാരികളായ ജീവികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള കോമ്പല്ലുകളാണ് ഉള്ളത്. എന്നാൽ സസ്യബുക്കുകളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്ന പല്ലുകളാണ് കൂടുതലായി ഉള്ളത്.